Om Namah Shivaya. Good morning, children. See, last class we discussed about Christmas. Page number 73. क्रिसमस एक प्रमुख त्यौहार है। यह 25 दिसंबर को आता है। क्रिसमस यीशु के जन्म का त्यौहार है। बेथलेहेम की एक गौशाला में यीशु का जन्म हुआ। इसकी याद में लोग खास फूसों से नांद बनाते हैं। उसमें शिशु യേശു की मूर्ति को अलंकृत कर रखते हैं. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മക്കളെല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ലോകം മൊത്തം ആഘോഷിക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലാണ്. ഇത് 25 ഡിസംബർ, അതായത് ഈ മാസം അല്ലേ, ഡിസംബർ 25 ആഘോഷിക്കുന്നത്. ക്രിസ്മസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനന ദിവസമാണ്. അപ്പോൾ യേശുവിൻ്റെ ജനന ദിവസമാണ് നമ്മൾ ക്രിസ്മസായി ആഘോഷിക്കുന്നത്. ബത്ലഹേമിലെ ഒരു ഗോശാലയിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഓർമ്മക്കായിട്ട് ജനങ്ങൾ ക്രിസ്മസിന് പുൽക്കുടിലുണ്ടാക്കി അതിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം വെച്ച് അലങ്കരിച്ച് അങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി കണ്ടിന്യൂഷൻ പേജ് നമ്പർ 74, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 74 എടുക്കുക, ശ്രദ്ധിക്കുക. 24 दिसंबर को ही लोग अपने घरों को अलंकृत करते हैं. गुब्बारे, कागज़ के तारे, क्रिसमस वृक्ष, दीपमालाएं आदि सजाते हैं. रात को गिरजाघर जाकर प्रार्थना करते हैं. क्रिसमस आनंद, त्याग और समानता का संदेश देता है. 24 दिसंबर को ही लोग अपने घरों को अलंकृत करते हैं. So we are celebrating Christmas on 25th, but decoration will start on 24th itself. 24 दिसंबर को ही लोग अपने घरों को अलंकृत करते हैं. People are decorating their houses on 24th December. ഡിസംബർ 24 തന്നെ എല്ലാവരും വീടൊക്കെ അലങ്കരിക്കും. അപ്പോൾ വീടൊക്കെ എങ്ങനെയാണ് അലങ്കരിക്കുന്നത്? അലങ്കൃത് കർണ മീൻസ് ടു ഡെക്കറേറ്റ് ആണ്. എങ്ങനെയാണ് അലങ്കരിക്കുന്നത്? ഗുബ്ബാരെ മീൻസ് ബലൂൺസ് അല്ലേ, ബലൂൺസൊക്കെ കെട്ടിത്തൂക്കി. പിന്നെയോ കാഗസ് കെ താരെ, ഏകദേശം ഒരു ഡിസംബർ 1 ആകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മിക്ക വീടുകളിലും എന്താണ് കാഗസ് കെ താരെ, അതായത് പേപ്പറിനെ കൊണ്ടുണ്ടാക്കുന്ന സ്റ്റാർ അല്ലേ, സ്റ്റാറുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഇഷ്ടംപോലെ കടകളിൽ നിന്ന് പല വലിപ്പത്തിലും പല ഷേപ്പിലും പല രൂപത്തിലുമുള്ള സ്റ്റാറുകൾ വാങ്ങാൻ കിട്ടും. പിന്നെ ചിലവർ സ്വയം വീടുകളിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന സ്റ്റാർ, കാഗസ് കെ താരെ, പേപ്പർ സ്റ്റാർസ്, ഇതിനെ വെച്ച് അലങ്കരിക്കും. പിന്നെയോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. ആ ട്രീ അലങ്കരിക്കാനായിട്ട് അതിൽ ബലൂണും പിന്നെയോ പല പല ഗിഫ്റ്റുകളും സ്റ്റാറും ഒക്കെ അതിലും ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. ദീപമാലായും അതിൽ തന്നെ ലൈറ്റ് അല്ലേ, ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കും. ദീപമാലായ ആദി സജാത്തെ ഹേ, അപ്പോൾ ഇതൊക്കെ വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. സജാന അലങ്കൃത് കർണ, സെയിം മീനിങ് ആണ്. സജാന അലങ്കൃത് കർണ, ടു ഡെക്കറേറ്റ്. അപ്പോൾ 24 दिसंबर को ही लोग अपने घरों को अलंकृत करते हैं. 24 ഡിസംബറിന് ജനങ്ങൾ തങ്ങളുടെ വീടുകൾ അലങ്കരിക്കും. ഗുബ്ബാരെ, കാഗസ് കെ താരെ, ക്രിസ്മസ് വൃക്ഷ്, ദീപമാലായേം ആദി സജാത്തെ ഹെ. വീട് അലങ്കരിച്ചതിന് ശേഷം അലങ്കരിക്കുന്നത് എന്തൊക്കെ വെച്ചാണ്? ഗുബ്ബാരെ, ബലൂൺസ്, കാഗസ് കെ താരെ, പേപ്പർ സ്റ്റാർസ്, പിന്നെയോ ക്രിസ്മസ് വൃക്ഷ്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. ദീപമാലായേം, ലൈറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ച് വീടുകൾ അലങ്കരിക്കും. ദീപമാലായേം, ലൈറ്റ് സെറ്റപ്പാണ് ദീപമാലായേം. രാത് കോ ഗിരിജാഘർ ജാക്കർ പ്രാർത്ഥന കർത്തേ ഹേ. അങ്ങനെ രാത്രിയിൽ എവിടെ പോകും?
പള്ളിയിൽ പോകും അല്ലേ. ക്രിസ്ത്യൻ പള്ളിക്കാണ് ഗിരിജാഘർ എന്ന് പറയുന്നത്, ചർച്ചിനാണ് ഗിരിജാഘർ എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിമിൻ്റേതാണെങ്കിലോ മോസ്കാണ് അല്ലേ, ഹിന്ദുക്കളുടേത് ടെമ്പിൾ. അപ്പോൾ രാത് കോ ഗിരിജാഘർ ജാക്കർ പ്രാർത്ഥന കർത്തേ ഹെ, രാത്രി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പിന്നെ ക്രിസ്മസ് ആനന്ദ് ത്യാഗ് और സമാനത കാ സന്ദേശ് ദേത്താ ഹെ, എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും നമുക്ക് എന്തൊക്കെയോ മെസ്സേജസ് അല്ലേ, എന്തെങ്കിലും ഒരു മെസ്സേജസ് തരുന്നുണ്ടാകും. എല്ലാ ആഘോഷങ്ങളും നമുക്ക് സന്തോഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമാനത ഇക്വാലിറ്റിയുടെയും ഒക്കെ ഒരു സിമ്പലാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് തരുന്നത് അല്ലേ. ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ത്യോഹാർ എപ്പോഴും ഏകതയോടുകൂടി എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്നതാണ്. അതിൽ തന്നെ ഐക്യം, സന്തോഷം ഒക്കെ ഉണ്ട്. സോ ക്രിസ്മസും ആനന്ദ് മീൻസ് ഹാപ്പി, ത്യാഗ് സാക്രിഫൈസാണ്, ബലിദാനം അല്ലേ. ശരിക്കും യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ലോകത്തിന് നന്മ വരാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ജനനം ഉണ്ടായത്. സോ ത്യാഗ് और സമാനത എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റിയാണ്, സമത്വം. ഇതിൻ്റെയൊക്കെ സന്ദേശമാണ് നമുക്ക് ക്രിസ്മസ് തരുന്നത്. ക്രിസ്മസ് ആനന്ദ് ത്യാഗ് और സമാനത കാ സന്ദേശ് ദേത്താ ഹെ, ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആഘോഷമായിട്ടാണ്, അതിൻ്റെയൊക്കെ ആ സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ലെസൺ നന്നായി വായിക്കുക. ഇനി നമുക്ക് അടുത്ത പേജിലുള്ള 75 പേജിലുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സസൈസും അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മിസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം മക്കൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കി എക്സസൈസിൻ്റെ ആൻസേഴ്സും ഒക്കെ നോട്ട് ബുക്കിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക, ബാക്കി നോട്ട് ബുക്കിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ.